സംസ്ഥാനത്ത് മദ്യനയം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇതിനെ ചൊല്ലി യുഡിഎഫ് ക്യാമ്പിൽ അസ്വസ്ഥതകൾ തുടരുകയാണ്. കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരനും എക്സൈസ് മന്ത്രി കെ ബാബുവും തമ്മിലുണ്ടായ പ്രസ്താവന യുദ്ധങ്ങൾ ഇതിന്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എക്സൈസ് മന്ത്രി കെ ബാബു ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിലെത്തുന്നത്. മിനിസ്റ്റർ വെൽക്കം. മദ്യനയം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ എക്സൈസ് മന്ത്രി കെ ബാബു ഇപ്പോഴും അസ്വസ്ഥനാണ്. എന്തുകൊണ്ട്? ഒരസ്വസ്ഥതയുമില്ല. മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞാനുമായിട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നു, വെറും തെറ്റിദ്ധാരണയാണ് എന്ന് മാത്രമല്ല, അതിനകത്ത് എനിക്കിപ്പോൾ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് വേണ്ടി പറയാം. എന്താ കാര്യമെന്നറിയാമോ? ഈ പുതിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അസാധാരണമായൊരു സാഹചര്യമാണ്. കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കുന്നു. അതിൻ്റെ ഫലമായി അതുപോലെ കേരളത്തിലേക്ക് മയക്കുമരുന്ന് ധാരാളമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ നേരിടാനുള്ള ശക്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സത്യത്തിലില്ല. ആകെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 5000 പേരുള്ളൂ. കേരളം മുഴുവൻ ഇനി പോലീസും കൂടി വിചാരിച്ചാൽ പോലും പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ നോക്കണം, ട്രാഫിക് നോക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള നമുക്ക് അതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് പിന്നെ അതിർത്തി സംസ്ഥാനങ്ങളുണ്ട്, അതിർത്തി ജില്ലകൾ. ഈ അതിർത്തി ജില്ലകളിലൂടെ ധാരാളം വ്യാജമദ്യം ഒഴുകാനും മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ നേരിടണം? അസ്വസ്ഥതകൾ എന്ന് ഞാൻ പറഞ്ഞത് മിനിസ്റ്റർ ഈ പറഞ്ഞ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിൻ്റെ ഭാഗമായല്ല. താങ്കൾ ഈ വിഷയത്തിൽ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് മറ്റു ചില സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് താങ്കൾക്ക് തിരുത്തേണ്ടി വന്നു എന്ന കാര്യത്തിലാണ്. വി.എം. സുധീരനുമായി താങ്കൾ കഴിഞ്ഞ ദിവസം AGയെ ചൊല്ലി ഉണ്ടായിട്ടുള്ള വാക്പോര് ഈ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് എന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ എന്താ അതിൽ തെറ്റ്? ഒരിക്കലുമല്ല. ഒന്ന്, വി.എം. സുധീരനും ഞാനും തമ്മിൽ ഒരു താരതമ്യം നടത്തുന്നതിൻ്റെ കാര്യമില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ KPC പ്രസിഡൻ്റാണ്, എത്രയോ ഉന്നതനായ നേതാവാണ്. അദ്ദേഹം KSU പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാനൊരു KSU പ്രവർത്തകൻ മാത്രമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം, അത് മാത്രമല്ല, അദ്ദേഹം ഞാനും തമ്മിൽ നല്ല സാഹോദര്യം ബന്ധങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളത് എൻ്റെ അജണ്ടയല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. പിന്നെ ഞാനന്ന് പറഞ്ഞ കാരണം, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് എംപ്ലോയി അല്ല. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ നമുക്ക് വിമർശിക്കാം. എവിടെ വെച്ച്? അതിൻ്റെ ഏറ്റവും അപ്രോപ്രിയേറ്റഡ് ഫോറത്തിൽ വെച്ചാകാം. അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിലപാടുകളോട് നമുക്ക് വിയോജിക്കാം. പക്ഷേ പരസ്യമായി അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒരു ഗവൺമെൻറ്റിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തെ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിയോട് പറയണം, അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ആരെതിര്? താങ്കളുടെ ഒരു അഭിമുഖം ഞാൻ അവസാനം ശ്രദ്ധിച്ചത് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖമാണ്. അതിൽ താങ്കൾ പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണം എന്നതായിരുന്നു സർക്കാരിൻ്റെ നയം, താങ്കൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ചിലരുടെ അഭിപ്രായത്തിൽ അത് ഉടനടി വേണം, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷൻ വി.എം. സുധീരൻ്റെ സമ്മർദ്ദത്തിന് ഒരു ഘട്ടത്തിൽ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു എന്നാണ് അതിൻ്റെ മലയാളം. ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു അവമാനവും ഇല്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിത് വികാരപരമായൊരു തീരുമാനം എടുക്കുന്നതിനോട് ഒരിക്കലും യോജിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ അതിനോട് യോജിച്ചിട്ടില്ല. കാരണം നമുക്ക് തോന്നുമ്പോൾ 18ാം പടിയുണ്ട് ശബരിമല. അപ്പം നമുക്ക് 18ാം പടിയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ ചാടി മുകളിലോട്ട് കയറാൻ പറ്റുമോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ പറ്റുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു നല്ല വിഭാഗം ആളുകളുടെ ഇടയിൽ രൂഢമൂലമായ ഒരു ഹാബിറ്റാണിത്. രാവിലെ 6 മണിക്ക് മദ്യപിച്ചിൽ കൈ ഉറയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാൽ പോലും അവർക്ക് ആദ്യം കുറച്ച് മദ്യം കൊടുത്തിട്ടാണ് അവരതിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ചികിത്സ. അപ്പം നമ്മൾ അത്തരം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടു ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സംസ്ഥാനത്തിനുണ്ടാകുന്ന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിൻ്റെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എൻഫോഴ്സ്മെൻറ്റ് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതിനും എനിക്കൊരു ബാധ്യത ഉണ്ടല്ലോ. ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ളതിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം
ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രായോഗികമായ ഒരു നയം എന്ന് പറഞ്ഞത്. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ആശയത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനം അല്ലെങ്കിൽ സർക്കാരിൻ്റെ മദ്യനയം പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് VM സുധീരൻ മുന്നോട്ട് വെച്ച ആശയത്തെ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതല്ല അവസാന നിമിഷം KPCCയോട് പോലും ആലോചിക്കാതെ ബാക്കി 312 ബാറുകളും അടച്ചു പൂട്ടാം എന്ന് മുഖ്യമന്ത്രി UDF-ൽ വന്ന് പറയുകയും അങ്ങനെ അത് മുഖ്യമന്ത്രിയുടെ വിജയമാണോ, ഈ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് VM സുധീരൻ ഇതിനു വേണ്ടി നിലകൊണ്ടു. അന്ന് ശ്രീ K ബാബുവും മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനെ എതിർത്തിരുന്നു. ഒടുവിൽ മതമേലധ്യക്ഷന്മാരെല്ലാം ഈ വിഷയം ഏറ്റെടുക്കുകയും കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവികാരം ഇതിന് അനുകൂലമാണ്, ഗത്യന്തരമില്ലാതെ ഇതിന് കീഴടങ്ങേണ്ടി വന്നു എന്നുമാണ്. ഒരിക്കലുമല്ല. ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലക്കാലം നടപ്പാക്കിയ മദ്യനയം എന്താ? ആ മദ്യനയത്തിലും 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് കൊടുക്കില്ലെന്നുണ്ട്. അതാണ് കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ജയിച്ചത്. ഈ കേസിൻ്റെ അടിസ്ഥാനം അതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഉള്ള പ്രശ്നം ഇതൊരു വികാരപരമായി എടുക്കേണ്ട ഒരു പ്രശ്നമല്ല എന്നുള്ള നിലപാടിൻ്റെ ഭാഗമുള്ളത്. വികാരപരമായ ഒരു തീരുമാനമാണോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാന്നുള്ളൊരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം ഈ തീരുമാനം എല്ലാവരും യുനാനിമസ് ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും ചിന്തിച്ചത് 418 ഹോട്ടലുകളെ കുറിച്ച് മാത്രമാണ്. പക്ഷേ മുഖ്യമന്ത്രി കുറേ കൂടി ദൂരക്കാഴ്ചയോടുകൂടി കേരളത്തിന് ഭാവിയിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു നയം പ്രഖ്യാപിച്ചു. അതായത് 10 കൊല്ലം കൊണ്ട്, ഉടനെയല്ല 10 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നുള്ള ലക്ഷ്യം സാധിക്കത്തക്കത്തിനൊരു നയം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവിടെ ആരും അതിനു മുമ്പ് 418 ഹോട്ടലിനപ്പുറം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അപ്പം മുഖ്യമന്ത്രി അതെല്ലാം ഇവിടെ ഉണ്ടായ സമൂഹത്തിൽ പൊതുവെ ഉണ്ടായ ചർച്ചകളും അഭിപ്രായങ്ങളും വിചാരങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, പാർട്ടിയിലുണ്ടായ ചർച്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സമഗ്രമായൊരു നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനകത്ത് ആർക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ നയം അവതരിപ്പിച്ചത്. അതെ, KPCC അധ്യക്ഷനേക്കാൾ കൂടുതൽ ദീർഘവീക്ഷണത്തോടു കൂടി ഈ ഒരു സമഗ്ര നയം കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം KPCCയിലുണ്ടായ ചർച്ച, KPCC പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായം, ഘടകകക്ഷികളുടെ അഭിപ്രായം, നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടായ അഭിപ്രായം, ഇതെല്ലാം മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവർക്കും ഇടയും കയ്യടി വാങ്ങത്തക്ക വിധത്തിലുള്ള നയം അവതരിപ്പിച്ചു. ഈ ഒരു നയം മന്ത്രിസഭയിൽ പലർക്കും എതിർപ്പുണ്ടായി, ധൃതി പിടിച്ച് താങ്കൾ പറഞ്ഞതുപോലെ വികാരപരമായി എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നില്ല എന്ന് ഘടകകക്ഷിയിലെ അംഗങ്ങൾ പോലും മന്ത്രിസഭയിൽ പറഞ്ഞു എന്നാണ് ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നത്. ശരിയാണോ? ആ വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഞാൻ മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്നോ? ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പുറപ്പെടുവിച്ച ഉത്തരവ്, ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ച ഉത്തരവ് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. പുള്ളി വ്യത്യാസമില്ലാതെ അംഗീകരിച്ചു. പിന്നെ ഇവിടെ തർക്കം? ഒരു തർക്കവുമില്ല. പിന്നെ ഞങ്ങളുടെ മന്ത്രിസഭയെക്കുറിച്ച് തുടക്കം തൊട്ടേ ഇതുപോലെ ചില ഇന്നിപ്പോൾ ഒരു വാർത്ത, ഞാൻ KM മാണി സാറ് എന്നോട് എന്തോ പറഞ്ഞു 418 ഹോട്ടലിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഞാൻ അപ്പം തന്നെ എന്താ ചെയ്തതെന്ന് അറിയാമോ? മാണി സാർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ മന്ത്രിസഭയിൽ ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധക്കുറിപ്പ് ഇറക്കിയാണിത്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ആർക്കാ സംശയം? ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ബാറുകൾ അടച്ചു പൂട്ടിയാലും ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിക്കാം വേണമെങ്കിൽ എന്നതാണല്ലോ താങ്കൾ പറഞ്ഞത്. അതുപോലും പറ്റില്ല, അതുപോലും UDF നയങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞത്. ഞാൻ KPCC അധ്യക്ഷൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു തർക്കത്തിന് ഞാനില്ല. തർക്കമല്ല, ഞാൻ പറയാം. ഞാനത് 2-3 കാര്യം പറയാം. ഒന്ന്, UDF യോഗത്തിലെടുത്ത തീരുമാനം എന്താ? 5 സ്റ്റാർ ഒഴിച്ച് എല്ലാം അടച്ചു പൂട്ടാൻ. എന്നെ ഏൽപ്പിച്ച UDF അംഗീകരിച്ച നയത്തിൽ അതുണ്ടായിരുന്നില്ല. 1. 2, ഇവിടെ ബാർ ഹോട്ടലുകൾക്ക് 3 സ്റ്റാർ പദവി വേണം എന്നൊരു തീരുമാനം വന്നു 1497. അതിനു മുമ്പ് ഭരിച്ചിരുന്ന AK ആൻ്റണിയുടെ കാലത്ത് ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാതെ കുറേ കാലം ഇരുന്നു. ആ സമയത്താണ് 1497 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാമെന്നുള്ളൊരു വ്യവസ്ഥ കേരളത്തിൽ കൊണ്ടുവരുന്നത്. അന്നും ഈ ബിയർ വൈൻ പാർലറിൻ്റെ കാര്യത്തിൽ ആരും ടച്ച് ചെയ്തിട്ടില്ല. നിലവിലുള്ള വ്യവസ്ഥ എന്താ? 1953 അബ്കാരി റൂൾസിൻ്റെ ഭാഗമായിട്ട് FL11 എന്ന് പറഞ്ഞാൽ ബിയർ വൈൻ പാർലർ അത് കൊടുക്കാം.
ഇനി ഇവിടെ KTDCക്ക് വൈൻ പാർലറുണ്ട്. കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് മേഖലകളിൽ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫൈ ചെയ്ത ഏരിയയിൽ ബിയർ ആൻഡ് വൈൻ പാർലർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ഗവൺമെൻറ്റും ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു മേഖലയാണ്. ഇനി അത് അവസാനത്തെ ഒരു കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് പറയാം. ബിയർ ആൻഡ് വൈൻ എന്ന് പറഞ്ഞാൽ അതൊരു വീര്യം കൂടിയ മദ്യമല്ല. ഇപ്പോൾ കള്ളിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്? 8.1 വീര്യം. ബിയർ എത്രയാണ്? 6. വൈൻ എന്ന് പറയുന്നത് 12 മുതൽ 15 വരെയൊക്കെയാണ് അതിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അത് കേരളത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ആ ലൈസൻസിൻ്റെ ഫീസ് 1 ലക്ഷം രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ മദ്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടാണ്. എല്ലാ ഗവൺമെൻറ്റുകൾക്കും സ്വീകാര്യമായ റിപ്പോർട്ടാണ്. എന്നോട് നിയമസഭയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് ഞാനുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യോത്തരമൊക്കെ നടന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, അങ്ങയുടെ നയം എന്താ ചോദിച്ചു. ഞങ്ങൾ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിനെയാണ് അംഗീകരിക്കണമെന്ന്. ആ റിപ്പോർട്ടിലും ബിയർ ആൻഡ് വൈൻ പാർലറുകൾ കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കണേ. നിലവിലെ വ്യവസ്ഥകൾ വെച്ച് ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാം. വ്യവസ്ഥയുണ്ട്. UDF അംഗീകരിച്ച നയത്തിൽ അതില്ലായിരുന്നു. ഇനി എനിക്ക് വ്യക്തിപരമായി ഒരു നയവുമില്ല, ഒരു നിർബന്ധവുമില്ല ഈ കാര്യങ്ങളിലൊന്നും. UDF നാളെ തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചിട്ട് ഇതും കൂടി നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തുക. അതിനെന്താ? നിലവിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലല്ലോ. നിലവിലൊരു തീരുമാനം എന്നെ ഏൽപ്പിച്ച ആ ഫയലിൽ ഉണ്ടായിരുന്നില്ല. എന്നെ ഏൽപ്പിച്ച ഫയലിൻ്റെ ഉത്തരവ് റെക്കോർഡ് വേഗത്തിൽ 21-ാം തീയതി വൈകുന്നേരം UDF യോഗം കൂടുന്നു, 22-ാം തീയതി വൈകുന്നേരം ഉത്തരവിറക്കുന്നു. കേരളത്തിൽ അപൂർവ ഓർഡറുകളാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് ബാറുകൾ അടച്ചു പൂട്ടുന്നതിന് കാലാവധി ഓണം കഴിഞ്ഞ് 12 വരെ നീട്ടിയത്? അതെ, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ 22-ാം തീയതി ഓർഡർ ഇറക്കി. 22-ാം തീയതി തന്നെ അല്ലെങ്കിൽ 23-ാം തീയതി അടച്ചു പൂട്ടാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു KPC പ്രസിഡന്റ് അത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചില മദ്യനിരോധന സമിതിയുടെ ആളുകൾ, അതുപോലെ ചില വക്കീലുമാരെല്ലാം പറഞ്ഞു ഇത് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ മൂന്നാറിലെ സാഹചര്യം ഉണ്ടാവും. മൂന്നാറിൽ നോട്ടീസ് കൊടുത്തിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം. ഈ ഓണം ഞാൻ തീരുമാനിക്കണതാണോ? ഞാനാണോ ഓണം ഞാൻ വിചാരിച്ച ഓണം മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഓണം അതൊരു കലണ്ടർ പ്രകാരം നടക്കുന്നതല്ലേ. അതിനിടയിലായിപ്പോയി ഈ 15 ദിവസം നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞാരാ? കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ AGയുടെ അഡ്വൈസ് എടുത്തു. അപ്പോൾ പറഞ്ഞു റിവോക്കേഷൻ നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. 2 പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുന്നതോടുകൂടി സർക്കാരിനുണ്ടാകാൻ പോകുന്ന, സംസ്ഥാനത്തിനുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത അത് 7500 കോടി വരുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. ഇതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യും? രണ്ടാമതായി, ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ, അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും? അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു? അല്ല, പണം ഒരു പ്രശ്നമല്ല. കാരണം ധനകാര്യമന്ത്രി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അംഗീകരിച്ച നയമാണല്ലോ. അപ്പോൾ അതിനുള്ള അദ്ദേഹം തന്നെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇതിനുള്ള മറ്റ് മാർഗങ്ങൾ തേടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പണം കിട്ടുന്നതിനേക്കാൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പണം. അപ്പോൾ മേക്കപ്പ് ചെയ്യാനുള്ള സംവിധാനം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സമൂഹത്തിലുണ്ടാകുന്ന വലിയ വിപത്തുകൾ, അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇത് പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ വേറെ രീതിയിൽ ചികിത്സയ്ക്കും മറ്റു നിലയിലൊക്കെ ചിലവാകുന്ന, ലോ ആൻഡ് ഓർഡറിനും ഒക്കെ ചിലവാകുന്ന പണം